വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്കിന്ന് ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. മുട്ടയെല്ലാം പുഴുങ്ങി തോട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി, ഉപ്പ്, മഞ്ഞൾ, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി. വെളുത്തുള്ളി ഇട്ടിട്ടില്ലെങ്കിൽ സാരമില്ല. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് ചപ്പാത്തിക്കോ ചോറിന് പത്തിരിക്ക് ഇതിനെല്ലാം പറ്റിയ ഒരു മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. വാ. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയോ പശു നെയ്യോ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചേർക്കാം. ഞാനിവിടെ പശു നെയ്യാണ് ഉപയോഗിക്കുന്നത്. പശു നെയ്യ് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് പശു നെയ്യ് ഉപയോഗിക്കുന്നത്. പശു നെയ്യ് നല്ലോണം മെൽട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇടാം. ആദ്യം നമുക്ക് ഉള്ളി ഇടാം. നമുക്ക് ഇഷ്ടമുള്ള അത്ര ഉള്ളി എടുക്കാം. ഇത്ര ഉള്ളി അത്ര ഉള്ളി അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് കറി വെക്കേണ്ടത്, എത്ര മുട്ടയുണ്ട് അതിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഒരു 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു വലിയൊരു തക്കാളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. തക്കാളീൻ്റെ എണ്ണം കൂട്ടേണ്ടവർക്ക് എണ്ണം കൂട്ടാം, കുറക്കേണ്ടവർക്ക് കുറക്കുക. അതിൻ്റെ അപ്പുറം ഞാൻ 2 പച്ചമുളകും കൂടി ഇട്ടിന്. ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി നല്ലപോലെ വഴറ്റണം. ഞാനെല്ലാം ഒന്നിച്ചാണ് ഇടൽ. ചില ആൾക്കാർ ഉള്ളി ഇട്ട് ഉള്ളി നല്ലോണം വഴണ്ട് കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ള സാധനങ്ങൾ ഇടുകയുള്ളൂ. ഞാനങ്ങനെയല്ല, എല്ലാം ഒന്നിച്ചിട്ടിട്ട് മൂടി വെക്കും. അന്നേരം വേഗം അത് വെന്ത് അടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കി ഒന്നും കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അധികം വഴഞ്ഞ് വരണമെന്നൊന്നുമില്ല. ഞാനങ്ങനെയൊന്നും കാത്തിക്കലൊന്നുമില്ല. നമുക്ക് ഒത്തിരി പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ കറി ഉണ്ടാക്കണം, ടേസ്റ്റ് ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. ഇത്രയോ വഴന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. മല്ലിച്ചപ്പ് നോക്കുമ്പോഴത്തേക്ക് തീർന്നു പോയി. ഇനിയിപ്പോൾ വാങ്ങാൻ അയക്കാനൊന്നും സമയമില്ല. ഇനി ഈ പൊടികളെല്ലാം ഞാൻ ഈ ആദ്യം പറഞ്ഞു വെച്ച ഈ പൊടികളെല്ലാം കൂടി ഒപ്പരം ഇതിൻ്റെ കൂടി ഇടാം. എന്നിട്ട് നല്ലോണം നല്ലോണം വഴറ്റി കൊടുക്കുക. കൂടാതെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇടാം. ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ചിക്കൻ്റെ പോലത്തെ ഒരു ടേസ്റ്റും വരും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതിപ്പം പ്രത്യേകമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കുറച്ച് പത്തിരി ഉണ്ടേനു. ആ പത്തിരിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ചിക്കനൊന്നും വാങ്ങുന്നില്ല. അയില മുളകിട്ടതും ഉണ്ട്. മുട്ട റോസ്റ്റും കൂട്ടിയിട്ട് ചോറും പത്തിരിയെല്ലാം തിന്നാം ഉച്ചക്കത്തേക്കാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം എല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഞാനിതിൽ ഒരു കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട്, ഏലക്കായി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇടാം. ഗരം മസാലപ്പൊടി ഇട്ടിട്ടില്ലെങ്കിൽ സാരമില്ല, എന്നാലും കുറച്ചൊരു മണത്തിന് രുചിക്കും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലോണം കൂട്ടി യോജിപ്പിക്കുക. നല്ല മണം വരുന്നുണ്ട്, നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഓരോരോ മുട്ടയായിട്ട് ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കഴിഞ്ഞാൽ അധിക സമയം വേവണമെന്നൊന്നുമില്ല. ഇതാണ് അടിപൊളി മുട്ട റോസ്റ്റ്. എത്ര ക്ഷണമായി, ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല. എല്ലാവർക്കും എളുപ്പത്തിൽ പെട്ടെന്ന് ജോലിക്കെല്ലാം പോകേണ്ട കൂട്ടർക്കും ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നവർക്കും എല്ലാം പെട്ടെന്ന് ചപ്പാത്തിക്കൊരു കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വീട്ടിൽ 2 or 3 മുട്ട ഉണ്ടെങ്കിൽ തന്നെ ഉള്ള മുട്ട കൊണ്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കാം. ഇത് മുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടും ആക്കാം, ബുൾസൈ ആക്കിയിട്ട് ഇതിൻ്റെ അകത്തിട്ടിട്ടും ആക്കാം. പലതരത്തിലും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. ഞാനിതിപ്പോൾ മുട്ട പുഴുങ്ങിയിട്ടാണ് ഇതുണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റാണ്.
നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണമുണ്ട്. ആ മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ ഇതിനേക്കാളും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങൾ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. മുട്ടയൊന്നും വീട്ടിൽ സ്റ്റോക്കില്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. മുട്ട, ഉള്ളി, തക്കാളി ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം. എത്ര എളുപ്പത്തിൽ വില കുറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ മുട്ട റോസ്റ്റ്. ഓക്കെ, എന്നാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.